നമ്മുടെ സതിയുടെ 17ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ സതി പൂർണ്ണ ഗർഭിണിയാണ്. അങ്ങനെ രാവിലെ ശിവനെ സതി ഓഫീസിലേക്കൊക്കെ പറഞ്ഞു വിട്ടു. അപ്പോൾ ശിവൻ ചോദിച്ചു, നിനക്ക് വല്ല പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം എന്ന് സതിയോട് പറഞ്ഞു. എനിക്കൊരു കുഴപ്പമില്ല ശിവൻ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ചെല്ലമ്മയമ്മയോട് ശിവൻ പറഞ്ഞു, സതിയെ നോക്കിക്കോണേ ചെല്ലമ്മയമ്മ, മോൻ പേടിക്കണ്ട, ഞാൻ 2 പെറ്റ സ്ത്രീയല്ലേ, ഞാൻ സതിയെ പൊന്നുപോലെ നോക്കിക്കോളാം. അങ്ങനെ സതി ശിവൻ പോയപ്പോൾ ചെല്ലമ്മയമ്മ എടുത്ത് പറഞ്ഞു, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞു. ശരിയെന്ന് ചെല്ലമ്മയമ്മ പറഞ്ഞു. എന്തെങ്കിലും വേദനയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണേ മോളെ എന്ന് ചെല്ലമ്മയമ്മ സതിയോട് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ സതി റൂമിൽ നിന്നും, അയ്യോ ഓടി വാ ചെല്ലമ്മയമ്മ, എനിക്ക് വയ്യേ വയ്യേ എന്ന് വിളിക്കുന്നു. ചെല്ലമ്മയമ്മ പെട്ടെന്ന് അവരെ റൂമിലേക്ക് ചെന്ന്, എന്താ മോളെ, എനിക്ക് വയറ് ഭയങ്കര വേദന, എനിക്ക് വയ്യ. അപ്പം ചെല്ലമ്മയമ്മ പറഞ്ഞു, മോളെ ഇത് പ്രസവ വേദനയാണ്, നമുക്ക് പെട്ടെന്ന് ആശുപത്രിയിൽ പോവാം, നമുക്ക് ശിവനെ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെല്ലമ്മയമ്മ ഫോൺ എടുത്തു. ബെല്ലടിച്ചവർക്ക് ശിവൻ എടുക്കുന്നില്ല. പിന്നും ഒന്നും കൂടി ചെല്ലമ്മയമ്മ വിളിച്ചു. അപ്പോൾ ശിവൻ എടുത്തു. എന്താ ചെല്ലമ്മയമ്മ, അത് സതിക്ക് പ്രസവ വേദന തുടങ്ങി കുഞ്ഞേ എന്ന് പറഞ്ഞ്. ചെല്ലമ്മയമ്മ പെട്ടെന്നൊരു ടാക്സി വിളിച്ച് സതിയെ ഹോസ്പിറ്റലിലാക്കപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് അവിടെ എത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ചെല്ലമ്മയമ്മ ഒരു ടാക്സി വിളിച്ചു. സതിയെ ടാക്സിയിൽ കയറ്റി ആശുപത്രിയിലേക്ക് എത്തിച്ചു. അതിൻ്റെ പിറക്കെ നമ്മുടെ ശിവനും ഹോസ്പിറ്റലിൽ എത്തി. സതി ശിവനെ കണ്ടതോടെ കരച്ചിൽ തുടങ്ങി. എനിക്ക് വയ്യ ശിവ, എനിക്ക് വേദന എടുക്കുന്നു, എനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ? ശിവൻ പറഞ്ഞു, നീ വിഷമിക്കാതിരി, നിനക്കൊന്നും സംഭവിക്കില്ല, ഞാനും വിഷമിക്കൂലേ, നിനക്കൊന്നും പറ്റില്ല, ആശുപത്രിയിൽ എത്തിയല്ലോ, ഞാൻ അമ്മയെ വിളിച്ചറിയിക്കാം, നീ വിഷമിക്കണ്ട എന്ന് ശിവൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ വന്നു. നോക്കിയതിന് ശേഷം പ്രസവ വാർഡിലേക്ക് സതിയെ കയറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എനിക്ക് അമ്മയെ ഒന്ന് കാണണം, അമ്മയെ പിന്നെ കാണാം, ഇപ്പോൾ എന്തായാലും പറ്റില്ല, പെട്ടെന്ന് നമുക്ക് പ്രസവ വാർഡിൽ കയറ്റിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ശിവൻ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഞാൻ അമ്മയെ വിളിക്കാം എന്ന് പറഞ്ഞു. ശിവൻ ഫോൺ എടുത്തു സതിയുടെ വീട്ടിലേക്ക് വിളിച്ചു. അവിടുത്തെ ലാൻഡ് ഫോൺ വെല്ലടിച്ചു. ലീല എടുക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ രവി ഫോൺ എടുത്തു. ഹലോ, ആരാ എന്ന് ചോദിച്ചു. അത് ഞാൻ രവിയാ. എന്താ? അത് സതിക്ക് പ്രസവ വേദനയായിട്ട് ആശുപത്രിയിൽ കൊണ്ടുവന്ന് അമ്മയെ ഒന്ന് കാണണമെന്ന് പറയുന്നു. അവൾക്ക് അച്ഛനുമില്ല അമ്മയുമില്ല, ഇനി മേലിൽ ഇവിടെ വിളിച്ചു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് രവി ഫോൺ കട്ട് ചെയ്തു. ശിവന് വല്ലാത്ത വിഷമം തോന്നി. ലീല ചോദിച്ച്, ആരാ വിളിച്ചത്? ഒന്നുമില്ല എന്നല്ലേ പറഞ്ഞ, എന്നിട്ടാണോ നിങ്ങൾ ഫോണിൽ ഇത്രയും ദേഷിച്ചത്? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? പ്രസവകാര്യമൊക്കെ പറയുന്ന കേട്ടല്ലോ, എന്തെന്ന് കാര്യം നിങ്ങൾ പറ. അത് സതി പ്രസവത്തിന് ആശുപത്രിയിൽ കൊണ്ടുപോയെന്ന്, അത് പറയാനാണ് വിളിച്ചത്. അവളുടെ ഭർത്താവ്, നമുക്കങ്ങനെ ഒരു മോളില്ല എന്ന് ഞാൻ പറഞ്ഞു. ലീല കരഞ്ഞു. എനിക്കെൻ്റെ മോളെ കാണണം, നിങ്ങൾക്ക് പറയാം അങ്ങനെ ഒരു മോളില്ലെന്ന്. എനിക്ക് ആകെ ഒരു മോളേ ഉള്ളൂ, ഞാൻ നൊന്ത് പ്രസവിച്ച മോളാണ്, അവളെ ഞാൻ വളർത്തിയതാണ്, തറയിലും തലയിലും വയ്ക്കാതെ. എനിക്കെൻ്റെ മോളെ കാണണം, എനിക്ക് ആശുപത്രിയിൽ പോയി എൻ്റെ കുഞ്ഞിനെ കണ്ടേ പറ്റുള്ളൂ. രവി പറഞ്ഞു, പറ്റത്തില്ല, ഇവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല, പോയാൽ നീ ആ വഴിക്ക് പോക്കോണം എന്ന് പറഞ്ഞു. ലീല പറഞ്ഞു, ഇല്ല, എന്നെ നിങ്ങൾ കയറ്റിയില്ലെങ്കിലും വേണ്ടില്ല, എനിക്ക് എൻ്റെ മോളെ കണ്ടേ പറ്റുള്ളൂ, അവൾ അത്രയ്ക്കും വിഷമിക്കുന്ന ഒരു സമയമാണ്. ഇത്രയും നാൾ നിങ്ങൾ പറഞ്ഞതെല്ലാം കേട്ടു, ഈ സമയത്ത് ഞാൻ അവളെ കൂടെ നിന്നില്ലെങ്കിൽ ഞാനൊരു അമ്മയല്ല എന്ന് രവിയോട് ലീല പറഞ്ഞു. റൂമിൽ പോയി സാരിയൊക്കെ ഉടുത്ത് ഒരുങ്ങി ഇറങ്ങി. എപ്പോൾ നമ്മുടെ രവി ഉമ്മറത്തിരിക്കുകയാണ്. ലീല പറഞ്ഞു, ഞാൻ ആശുപത്രിയിൽ പോവുകയാണ്. അപ്പോൾ രവി ചോദിച്ചു, ഞാൻ പറയുന്നത് നീ അനുസരിക്കില്ല? ഇല്ല, ഈ കാര്യത്തിൽ ഞാൻ അനുസരിക്കില്ല. ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു, എനിക്ക് എൻ്റെ മോളെ കണ്ടേ പറ്റുള്ളൂ. ഇപ്പം ഞാൻ പോയില്ലെങ്കിൽ ഞാനൊരു അമ്മയല്ല, ഇപ്പോഴും ഞാൻ അവളെ കൂടെ നിൽക്കേണ്ട സമയമാണ്. ഞാൻ തിരിച്ചിവിടെ വരും, നിങ്ങൾ എന്നെ കയറ്റുന്നില്ലെങ്കിൽ കയറ്റണ്ട എന്ന് പറഞ്ഞ് ലീല പെട്ടെന്ന് നടന്ന് വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി. അടുത്ത എപ്പിസോഡുമായി വരുന്നത് വരെ ബൈ ബൈ, സീ യു. കാണാൻ മറക്കരുത്.